ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്, റാഹത്താണ് കേട്ടോ. പിന്നെ എല്ലാവരും ദുആയിൽപ്പെടുത്തണം കേട്ടോ. എൻ്റെ ദുആയിൽ എല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായുള്ള എല്ലാ വിഷമങ്ങളും അല്ലാഹു എല്ലാവർക്കും തീർത്ത് തരട്ടെ. സന്തോഷം, സമാധാനം, ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും നൽകി ജീവിക്കാനുള്ള ഇസ്സത്തോടെ കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആകട്ടെ. പിന്നെ ഭർത്താക്കന്മാരെ കൊണ്ടാണെങ്കിലും ഭാര്യമാരെ കൊണ്ടാണെങ്കിലും മാനസികമായി പ്രയാസം ഒരുപാട് ആളുണ്ടാവില്ലേ, എല്ലാവർക്കും അല്ലാഹു സന്തോഷവും റാഹത്തുള്ള ജീവിതം നൽകട്ടെ. ഞാൻ വന്ന വീഡിയോ എന്താ അറിയാം, പിന്നെ ഈ ഒരു പ്രാർത്ഥന നമ്മളെന്നും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ മക്കളെ കൊണ്ട്, ചെറിയ മക്കളായാലും പിന്നെ പഠിപ്പിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും. അറിവിലായാലും സമ്പത്തിലായാലും നല്ല നന്മയുള്ള മക്കളാവും. നമ്മുടെ മക്കളെ എങ്ങനെയെങ്കിലും വളർന്നിട്ട് കാര്യമില്ല. നമ്മളായാലും നമ്മുടെ മക്കളായാലും ആരായാലും കൂടപ്പിറപ്പുകളായാലും എങ്ങനെയെങ്കിലും വളർത്തിയിട്ട് കാര്യമില്ലല്ലോ അല്ലേ. നന്മയുള്ള മനസ്സിനാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മളെന്നും പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മോനെ കൊണ്ട് എന്താ പറയുക, സംസാരിക്കാൻ തുടങ്ങി മുതലല്ല, പാല് കൊടുക്കുന്ന സമയം മുതലേ മക്കൾക്ക്, ആ സമയം മുതലേ ഞാൻ ഈ പ്രാർത്ഥന കാണാൻ എന്താ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇപ്പം മോനക്ക് അൽഹംദുലില്ലാഹ് 10 വയസ്സായി. അപ്പം ഞാൻ എന്താ ചെയ്യുക അറിയോ, പാല് കുടിക്കുമ്പോൾ എല്ലാം ഞാൻ ഈ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ അത് പ്രാർത്ഥന പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന മോനെക്കൊണ്ട് അന്ന് മുതൽ അള്ളാഹു പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ ചൊല്ലിക്കൊടുക്കാൻ റബ്ബ് എനിക്ക് സാധിപ്പിച്ചിട്ടുണ്ടാവും. മക്കളെ കൊണ്ടും പഠിപ്പിക്കുക, നമ്മളും ചെല്ലുക കേട്ടോ. നമ്മൾ മക്കളെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുക. ചെറിയ മക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ വളരുക അല്ലേ. അപ്പോൾ എണീച്ച പാടെ തന്നെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ആ പ്രാർത്ഥന. മക്കൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നമുക്കില്ലേ അറിവിലും സമ്പത്തിലും പിന്നെ എന്താ പറയുക നന്മ ഉണ്ടാവും. എന്താ പറയുക, സാമ്പത്തികമായി നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസമൊന്നും നമുക്കുണ്ടാവില്ല. അതേപോലെ നമ്മുടെ മനസ്സിന് നല്ലൊരു നേർമയുള്ള മനസ്സിന് ഉടമകളായി നമ്മൾ വളരും. പിന്നെ നമ്മളായാലും നമ്മുടെ മക്കളായാലും. അപ്പോൾ എന്നും രാവിലെ പിന്നെ ഇതെല്ലാം നിസ്കാരത്തിന് ശേഷം 3 തവണ പ്രാർത്ഥിക്കാൻ പറ്റും, അത്രയും നല്ലതാണ്. അതിന് കഴിയാത്തവർ മക്കളെ കൂടെ രാവിലെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക കേട്ടോ. ഇതാണ് ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഈ ഒരു പ്രാർത്ഥന ഇല്ലേ, പിന്നെ നമ്മൾ എങ്ങനെ പോയാലും നമ്മളൊരു ദിവസം 2 സമയമെങ്കിലും, മഗ്‌രിബിൻ്റെ സമയമോ സുബഹിൻ്റെ സമയമോ അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണയെങ്കിലും ചെല്ലാൻ പറ്റിയ അത്രയും നല്ലതാണ്. അതേപോലെ നമ്മളെ മക്കളെ കൊണ്ടായാലും മക്കളെ കൊണ്ടായാണെങ്കിലും നമ്മളെ ഭർത്താക്കന്മാരോടായാലും ഈ ഒരു പ്രാർത്ഥന ചെല്ലാൻ പറയുക കേട്ടോ. അപ്പം ഈ പ്രാർത്ഥന ചെല്ലാൻ ഒരുപാട് ഗുണമുണ്ട്. എന്താ പറയുക, റിസ്ക്കിലാണെങ്കിലും പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാ സർവ്വ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ എന്താ പറയുക സഹായം ഉണ്ടാവും, അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ടാവും, നമുക്ക് നന്മ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാർത്ഥന പതിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ ഇപ്പോഴത്തെ കാലഘട്ടക്കാണെങ്കിൽ നമ്മൾ മക്കൾ അള്ളാഹു നല്ല വഴിയിലേക്ക് എത്തിക്കട്ടെ, നേരായ വഴിയിലേക്ക് എത്തിക്കട്ടെ. പല ഇബ്ലീസിൻ്റെ ഷെറുള്ള കാലഘട്ടമാണ്. പുറത്തു പോയ മക്കൾ ഈ രീതിയിൽ നമുക്ക് തിരിച്ചു വരുന്നത് നമുക്ക് ഉറപ്പില്ല. പുറത്തു പോകാതിരിക്കാനും പറ്റില്ല. പഠിക്കാനായാലും സർവ്വ കാര്യങ്ങൾ നമുക്ക് പുറത്തു പോകണം. മക്കൾക്കായാലും നമുക്കായാലും ആർക്കാണെങ്കിലും നമ്മൾ ഏത് വഴിക്ക് പോയാലും നമ്മൾ തിരിച്ചു വരുന്നവരെ പിന്നെന്താ ജനിച്ച് മരിക്കുന്ന കാലം വരെ അള്ളാഹുവിൻ്റെ കാവലും സംരക്ഷണവും ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്നും പെടാതെ നല്ല നേരായ വഴിയിലൂടെ നേരായ പാതയോടെ സഞ്ചരിക്കുന്ന മക്കളും പിന്നെ നമ്മളായാലും മക്കളായാലും ഭർത്താക്കന്മാരായാലും പിന്നെ ആവട്ടെ. അതേപോലെ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മളില്ലേ എല്ലാ ലോകത്തുള്ള എല്ലാ മുഅ്മിനുകൾക്ക് വേണ്ടിയിട്ട് മുഅ്മിനാത്തുകൾക്ക് ദുആ ചെയ്യണം കേട്ടോ. അതറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഒരു തവണയെങ്കിലും പതിവാക്കുക. നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് അത് മറ്റുള്ളവർക്ക് കൊണ്ട് എത്തുന്നത്, കൂടുതലുള്ള വീഡിയോസ്. അതേപോലെ അൽഹംദുലില്ലാന്നോ മാഷാഅല്ലാഹ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.